നമസ്കാരം. നമ്മൾ കുറച്ചു മുമ്പ് ബ്രേക്ക് ചെയ്ത ഒരു വാർത്തയെ പറ്റിയിട്ടാണ് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത്. അതായത് കൊല്ലത്ത് ഒരു രാഷ്ട്രീയ അട്ടിമറിക്ക് നീക്കം നടക്കുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. കൊല്ലത്തെ ഒരു പ്രധാനപ്പെട്ട BJP-യുടെ നേതാവ് അതായത് കോൺഗ്രസ് പാളയത്തിലേക്ക് പോകുന്നു, അദ്ദേഹം തിരിച്ചു പോകുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത്. അതായത് അദ്ദേഹം ദീർഘകാലമായി BJP-യുടെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ലോക്സഭയിൽ ഉൾപ്പെടെ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമെന്നുള്ള അഭ്യൂഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം സ്ഥാനാർത്ഥിയായില്ല. അതിന് പകരം കൃഷ്ണകുമാറിനെ BJP NDA-യുടെ സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് പരിഗണിക്കുകയായിരുന്നു. പക്ഷേ NDA വിചാരിച്ച പോലെ കൃഷ്ണകുമാർ വിചാരിച്ച പോലെ വോട്ട് വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. കൃഷ്ണകുമാറിനെ തടഞ്ഞതിന് പിന്നിലും ഈ നേതാവുണ്ട് എന്ന് കൃഷ്ണകുമാർ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന വാർത്ത, ഈ നേതാവ് വീണ്ടും ഒരു ചർച്ച കൂടി കോൺഗ്രസ് നേതൃത്വവുമായി നടത്തിയിരിക്കുന്നു. ഒരു പക്ഷേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണ് ഈ നേതാവ് ഇത്തരമൊരു ചർച്ച നടത്തിയതായിട്ടാണ് സൂചന. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ചിലപ്പോൾ ആ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യത കുറവാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു മറുകണ്ഠം ചാടാനുള്ള ഒരു കാര്യത്തിലേക്ക് അദ്ദേഹം വരുന്നത്. അദ്ദേഹം BJP-യുടെ പ്രധാനപ്പെട്ട നേതാവാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായി BJP-യുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുള്ള വ്യക്തിയാണ്. BJP നേതൃത്വത്തിൽ നിന്നും അദ്ദേഹം സ്വയം പിൻവാങ്ങൽ നടത്തുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ലീഡർ, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി BJP-യുടെ ജില്ലാ മെമ്പർഷിപ്പ് ക്യാമ്പിന്റെ ഭാഗമായി കൊല്ലത്തെത്തിയിട്ടും ആ പരിപാടിയിൽ നിന്നും ഇദ്ദേഹം വിട്ടുനിന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് T1 മീഡിയ നിങ്ങളെ മുന്നിൽ വെക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ നിന്നും പ്രധാന യോഗത്തിൽ നിന്നും ഇദ്ദേഹം വിട്ടുനിന്നു. അത് ആണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് പുറമെ ദേശീയ നേതൃത്വത്തിൽ പോലും ഈ വിഷയം എത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഇദ്ദേഹം എന്തിനു മാറി നിന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. കൂടാതെ ജില്ലാ ഭാരവാഹി യോഗത്തിൽ ആരും തന്നെ വലിയ രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ആ യോഗത്തിന്റെ ഒരു അസ്വസ്ഥത ഈ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി തന്നെ നേരിട്ട് സംസ്ഥാന നേതൃത്വത്തിനോട് ഈ പങ്കുവച്ചതായി നമുക്ക് പറയാൻ സാധിക്കും. അതായത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കൊല്ലം BJP ജില്ലാ നേതൃത്വത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുണ്ട്രയിലും കൊല്ലത്തും ഉണ്ടായ ചില സംഭവ വികാസങ്ങളിലും ഈ നേതാവിന്റെ പേര് പരാമർശിക്കപ്പെട്ടിരുന്നു. കുണ്ട്രയിൽ BJPക്ക് ഏറ്റവും വലിയ സ്വാധീനമുള്ള കുണ്ട്രയിൽ BDJS-ന് സീറ്റ് കൈമാറിയതിന് പിന്നിൽ ഈ നേതാവിന്റെ പങ്കുണ്ടോ എന്ന ഒരു സംശയമുണ്ടായിരുന്നു. കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ വൈകിപ്പിച്ചും ഒരു പ്രശ്നമുണ്ടാക്കാൻ നോക്കി എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. ഈ 2 മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നടന്നോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള ആരോപണം BJP-യിൽ നിലനിൽക്കുന്നുണ്ട്, പരാതികൾ നിലനിൽക്കുന്നുണ്ട്. കുണ്ട്രയെ സംബന്ധിച്ചിടത്തോളം കുണ്ട്ര BJP-യുടെ ശക്തമായ ഒരു സ്ഥലമാണ്. അവിടേക്ക് പ്രധാനപ്പെട്ട ഒരു സംഘപരിവാർ സംഘടനയുടെ ചുമതലയുള്ള വ്യക്തിയായിരുന്നു സ്ഥാനാർത്ഥിയാകേണ്ടത്. അവിടെയാണ് ആ സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സീറ്റ് തന്നെ BDJS-ലേക്ക് പോകുന്നത്. ഒരു പക്ഷേ അവിടെ ഒരു സംഘപരിവാർ സംഘടനയുടെ സ്ഥാനാർത്ഥിയായിരുന്നു അല്ലെങ്കിൽ മുതിർന്ന നേതാവായിരുന്നു മത്സരിച്ചതെങ്കിൽ ഈ കോൺഗ്രസിന് ആ സീറ്റ് കിട്ടണമെന്നില്ലായിരുന്നു. പക്ഷേ അവിടെ BDJS-ന്റെ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ BJPക്ക് വലിയ വോട്ട് അവിടെ കുറയുകയും UDF സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തത്. കൊല്ലത്തും അതുപോലെ കൊല്ലം കുണ്ട്ര നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ നടന്ന ഒരു അഴിമതി ആരോപണവും നിലനിൽക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് മറ്റൊരു കാര്യം ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം പറയുന്നത്, തൊട്ടടുത്ത കൊല്ലം നഗരത്തിലെ ഒരു സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിയിൽ ഒരു സമരം നടന്നിരുന്നു. ഈ സമരം പിന്നീട് ഇദ്ദേഹം നേരിട്ടെത്തി ഒത്തുതീർപ്പാക്കുകയായിരുന്നു. ഇദ്ദേഹം ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ വക്താവാണെന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് മുമ്പ് തന്നെ UDF കോൺഗ്രസ് നേതൃത്വങ്ങളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം BJP രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തി വലിയ രീതിയിലുള്ള ഒരു കൊട്ടേഷൻ മാഫിയ സംഘത്തിന്റെ പ്രവർത്തനം നഗരത്തിൽ നടക്കുന്നു എന്നുള്ള നിർണായക വാർത്ത കൂടിയാണ് നമ്മൾ പുറത്തുവിടുന്നത്. അതായത് ഒരു കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനം കൊല്ലത്ത് നടക്കുന്നു. ദേശീയപാത നിർമ്മാണ പ്രവർത്തനത്തിലടക്കം കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയുമായി ഇല്ലീഗൽ ബന്ധങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ഒരുപക്ഷെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷം ഈ വിഷയത്തിൽ പോവുന്നുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോവുകയാണെങ്കിൽ ആ സ്ഥലത്ത് ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണം എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. അങ്ങനെയാണ് BJP-യുടെ കൊല്ലത്തെ മുതിർന്ന നേതാക്കന്മാരെല്ലാം ഈ നേതാവിന്റെ രംഗപ്രവേശനത്തോടു കൂടി മാറി നിൽക്കുകയാണ്. ഇദ്ദേഹത്തെ ഈ പ്രധാന ചുമതലയിലേക്ക് അവരോധിച്ച ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയും ഇപ്പോൾ ഇദ്ദേഹത്തിൽ നിന്നും അകലുകയാണ്. അദ്ദേഹമായി വളരെ ഒരു സങ്കീർണമായ അവസ്ഥയിലേക്ക് പോയ ഈ നേതാവ് ഇപ്പോൾ തിരിച്ച് സ്വന്തം പാളയത്തിലേക്ക് പോകുവാനുള്ള ഒരു വഴി നോക്കുകയാണ്. അതിന്റെ ചർച്ചകൾ നടന്നിരിക്കുന്നു. ഈ കളക്ടറേറ്റ് മാർച്ച് തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. BJP പോലെയുള്ള ഒരു കൊല്ലത്തെ ഏറ്റവും ശക്തമായ ഒരു പാർട്ടി 200-ലകത്ത് ആളുകളെ വെച്ചുകൊണ്ട് കേരളത്തിലെ ഒരു സമകാലിക സംഭവത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത് പറയുന്ന വ്യക്തി, ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാവ് ഒരു സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് മുഖേനയാണ് വീണ്ടും
കോൺഗ്രസ് പാളയത്തിലേക്കുള്ള ഒരു ചർച്ച നടത്തിയിരിക്കുന്നത്. ഇത് അവിടെ കോൺഗ്രസിന് ഒരു കാര്യമായ നേതാവ് ഈ പറയുന്ന പ്രദേശത്തില്ല, ഈ മണ്ഡലത്തിലില്ല. അപ്പോൾ ഇദ്ദേഹത്തിന്റെ രംഗപ്രവേശനം കുറച്ചുകൂടി എളുപ്പമാകും. ഇത് മുന്നിൽ കണ്ട് അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഒരു ചാഞ്ചാട്ടം.